ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നതാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്നതിൽ ഒരു സംശയവുമില്ല. BJPക്കെതിരെ നേർക്കുനേർ പോരാട്ടത്തിൽ പ്രതിപക്ഷത്തെ നയിക്കാൻ കോൺഗ്രസിന് സാധിക്കില്ല എന്ന ചർച്ചകൾ പ്രതിപക്ഷ രാഷ്ട്രീയ സമവാക്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. മാസങ്ങൾക്കിടെ സമ്പൂർണ്ണ മേധാവിത്വത്തിലേക്കെത്താൻ ബാത്തേങ്കോത്തോ കാട്ടേങ്കെ മുദ്രാവാക്യം സഹായിച്ചതോടെ കൂടുതൽ ശക്തമായ സംഘപരിവാർ മുദ്രാവാക്യങ്ങളാകും വരും നാളുകളിൽ BJP ഉയർത്തുക. NDA ഘടകകക്ഷികളിൽ ഭിന്നതയുണ്ടാക്കാനുള്ള ഇന്ത്യ മുന്നണിയുടെ നീക്കങ്ങൾക്കും മഹാരാഷ്ട്ര ഫലം തിരിച്ചടിയാണ്. മാസങ്ങൾ നീണ്ട ഗൃഹപാഠമാണ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് നടത്തിയത്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ നേട്ടമാവർത്തിച്ച് മഹാരാഷ്ട്രയിൽ അധികാരം നേടുന്ന ദിവസം അകലെയല്ലെന്ന് കോൺഗ്രസും മറ്റു മഹാവികാസ് അഘാഡി ഘടകകക്ഷികളും ഉറപ്പിക്കുകയും ചെയ്തു. സമ്പൂർണ്ണ പരാജയത്തെ അതുകൊണ്ട് തന്നെ ഉൾക്കൊള്ളാൻ പോലും ഈ വിഭാഗത്തിന് സാധിച്ചിട്ടില്ല. വളരെ അവിശ്വസനീയമായ ഒരു വിജയമാണ് ഇവിടെ മഹായുതിക്ക് ഉണ്ടായിരിക്കുന്നത്. ഇത്രയും വലിയൊരു പരാജയം ഉണ്ടാകുമെന്ന് ഒരിക്കലും കരുതല്ല. ഇത് അൺഎക്സ്പെക്റ്റഡ് ആണ്, അവിശ്വസനീയമാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ബത്തങ്കേത്തോ കട്ടേങ്കെ ഇതായിരുന്നു BJP ഉയർത്തിയ പ്രധാന മുദ്രാവാക്യം. ഹിന്ദു വിരുദ്ധ പ്രതിപക്ഷത്തിനെതിരെ ഒരുമിച്ചില്ലെങ്കിൽ നശിക്കും എന്ന സന്ദേശം പ്രധാനമന്ത്രിക്കൊപ്പം യോഗി ആദിത്യനാഥ്, അമിത്ഷാ തുടങ്ങിയ ദേശീയ നേതാക്കൾ പരമാവധി റാലികളിൽ പങ്കെടുത്ത് ആവർത്തിച്ചു. 60,000-ലേറെ ചെറുയോഗങ്ങളാണ് RSS ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയത്. ഹരിയാനയ്ക്ക് പിന്നാലെ മഹാരാഷ്ട്രയിലെ ഈ പ്രചാരണ തന്ത്രമാകും ഡൽഹി, ബീഹാർ, ഉത്തർപ്രദേശ്, ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിലും BJP ഇനി പരീക്ഷിക്കുക. നിലവിലുള്ള സാഹചര്യത്തിൽ പലവിധ ആഭ്യന്തര ഭിന്നതകളുള്ള പ്രതിപക്ഷ നിരക്ക് വലിയ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതാകും ഈ ശൈലി. SP, NCP, ശിവസേന, താക്കറെ തുടങ്ങിയ പാർട്ടികളിലെ MPമാരെ മറുകണ്ഠം ചാടിക്കാനുള്ള നീക്കങ്ങൾ BJP ശ്രമങ്ങൾക്കും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം ഊർജം നൽകും. ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം ഇതുവഴി ഉറപ്പാക്കുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. വഖഫ് ബില്ല്, യൂണിഫോം സിവിൽ കോഡ്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ബില്ലുകളുടെ അവതരണവും പാർലമെന്റിൽ പ്രതീക്ഷിക്കാം. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയം മഹായുതി സഖ്യത്തിലെ ഘടകകക്ഷികൾക്ക് വലിയ രാഷ്ട്രീയ നേട്ടം മാത്രമല്ല സമ്മാനിക്കുന്നത്. ജനക്ഷേമ പദ്ധതികളുടെ കാര്യത്തിലടക്കം ഈ ജനവിധി മഹായുതി സഖ്യത്തിന് വലിയ ബാധ്യതയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ജനങ്ങൾക്ക് മുന്നിൽ അവർ പ്രതീക്ഷയർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് ഇനിയുള്ള നാളിൽ മഹായുതി സഖ്യത്തിന്റെ ഏറ്റവും വലിയ കടമയാകുന്നു. മുംബൈയിൽ നിന്ന് ക്യാമറമാൻ നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം R. രാധാകൃഷ്ണൻ, ഇൻ റിപ്പോർട്ടർ.